അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. എപ്പോഴും ഒരുപാട് പേര് പറയുന്നതാണ്, കടമാണിത്ത, ബാങ്കിൽ ഇത്ര പണം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചത് എടുത്തു കൊടുക്കാനുണ്ട്, ദുആ ചെയ്യണം, എങ്ങനെ എടുത്തു കൊടുക്കുക എന്നറിയില്ല, അത്രക്കും പ്രയാസത്തിലാണ്, കടം വീടാനുള്ള എന്തെങ്കിലും ദിക്റോ സ്വലാത്തോ പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് നാളായിട്ട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ്. ഒരു സംശയവും വേണ്ട. ഈ ദിക്ർ അങ്ങോട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും കടം വീടാനാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട്, എൻ്റെ കടം വീടിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ഞാൻ ഈ ദിക്ർ 100 തവണയോ അല്ലെങ്കിൽ 1000 തവണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു എണ്ണം നിങ്ങൾ നിയ്യത്താക്കി എല്ലാ ദിവസവും അങ്ങോട്ട് ചൊല്ലിക്കോളി. രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരം ആണെങ്കിൽ ഒഴിവുള്ള സമയത്ത് എങ്കിൽ വൈകുന്നേര സമയത്ത് കേട്ടോ. ഈ ഒരു ദിക്ർ ഉണ്ടല്ലോ, ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ കടം വീടി കിട്ടിയിട്ടുള്ള ദിക്റാണ്. എങ്ങനെ ചൊല്ലണം? പതിവായിട്ട് എല്ലാ ദിവസവും ചൊല്ലി തീർക്കുക. ചൊല്ലുന്ന സമയത്ത് മനസ്സിലെന്താ വേണ്ടത് അറിയോ? എൻ്റെ കടങ്ങൾ ഹലാലായിക്കുള്ള വഴിക്ക് അള്ള വീട്ടിത്തരാൻ, അതിനുള്ളൊരു മാർഗം അള്ള ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ എന്ന മനസ്സോട് കൂടിയിട്ട് ഈ ദിക്ർ ഇൻഷാ അല്ലാ ചൊല്ലിക്കോളി. തീർച്ചയായിട്ടും ഒരു കോടിക്കണക്കിന് കടമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും അത് വീട്ടാനുള്ളൊരു മാർഗം അള്ള നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും. അതുകൊണ്ട് പതിവാക്കി ചൊല്ലുക. അല്ലാതെ ഒരു 2 ദിവസമൊക്കെ ഒരു ആത്മാർത്ഥമായിട്ട് ചൊല്ലി 3-ാമത്തെ ദിവസം ചൊല്ലാൻ മറന്നുപോയി, ചൊല്ലിയിട്ടുമില്ല, ഒരു കാര്യവുമില്ല. ദിവസങ്ങളോളം, മാസങ്ങളോളം, ഞാനിപ്പോൾ പറഞ്ഞ വ്യക്തിയില്ലേ, അവർ മാസങ്ങളോളം ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഈ ദിക്ർ. അതുകൊണ്ടാണ് അവരുടെ കടം ഹലാലായിട്ടുള്ള ഒരു വഴിക്കൂടെ തന്നെ അള്ളത് വീട്ടിക്കൊടുത്തു. എന്താണെന്നറിയാം അവരുടെ സ്ഥിതി? വീട് ലോണിലായിട്ട് ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യുന്ന ആൾക്കാർ വന്ന് വീട് സീല് വെച്ച് പോയവരാണ്. എന്നിട്ട് ആ വീടിട്ടിട്ട് വേറെ വാടക വീട്ടിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല വഴിക്കും അവർ ഓരോ ബിസിനസ് ചെയ്യാനും ഈ കടങ്ങളൊക്കെ ഒന്ന് വീടി കിട്ടാൻ എന്തെങ്കിലും കച്ചവടത്തിൽ ഏർപ്പെട്ട് ഒരുപാട് കാര്യത്തിൽ നോക്കി. ഏതായാലും അൽഹംദുലില്ലാ ഒരു ബിസിനസ് തുടങ്ങി, അതിൽ വമ്പിച്ച വിജയം വന്നു. അവരുടെ കടങ്ങൾ ഹലാലായിട്ടുള്ള വഴിക്കൂടെ തന്നെ അള്ളാഹ് അത് വീട്ടിക്കൊടുത്തു. ഈ ദിക്ർ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ചൊല്ലുമായിരുന്നു എന്നാണ് പറഞ്ഞത്, ദിവസമായിട്ട്, എല്ലാ ദിവസവും. അതിപ്പോൾ ഇന്ന സമയമൊന്നുമില്ല, രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം. ഈ ദിക്ർ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ഈ ദിക്റിനെ കുറിച്ച്, ഈ കടം വീടാനുള്ള ഈ ഒരു ദിക്റിനെ, ഈ ഒരു ദുആനെ കുറിച്ച് പറഞ്ഞത്, ഒരുപാട് പേര് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിന് ഫലം 100% ഉറപ്പാണ് എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് കണ്ട് കേട്ടിട്ട് ഇതുപോലെ നിയ്യത്താക്കി ചൊല്ലിക്കോളി. കടം വീടി കിട്ടണം എന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണ് നിങ്ങൾ എങ്കിൽ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ, എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒരു ദുആ, ഒരു ദിക്റാണ് കേട്ടോ ഇത്. ഈ ഒരു ദിക്ർ നിങ്ങൾ അങ്ങോട്ട് ചൊല്ലിയാൽ ഉഹദ് മലയോളം കടമുണ്ടെങ്കിലും അത് അള്ള നിങ്ങൾക്ക് വീട്ടിത്തരും എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ധൈര്യത്തിൽ നമുക്ക് ചെല്ലാം? 100% ഉറപ്പാണ്. എൻ്റെ കടം അള്ള വീട്ടി തരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളടുത്താണ് പിന്നെയുള്ളത് എന്തെന്നറിയോ? എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചങ്ങോട്ട് ചൊല്ലുക. കടം വീടി കിട്ടുന്നത് വരെയായിട്ട് അള്ള വീട്ടി തരും. മാസങ്ങളോളം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ നിങ്ങൾ ഇത് ചൊല്ലേണ്ടി വരും. എന്നാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന് ഫലം കിട്ടുക. അതുപോലെ നിങ്ങൾ ചെയ്യണം. ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്കതിന് ഫലവും കിട്ടും, അത് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ദുആ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കടം വീടി കിട്ടാനുള്ള വഴി അള്ള കാണിച്ചു തരും, ഉറപ്പാണ്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലാൻ, ഈ ഒരു ദുആ നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണ് നിങ്ങൾ എങ്കിൽ, ഇത് കേൾക്കുന്ന നിങ്ങളോടെല്ലാവരോടുമാണ് പറയുന്നത്, ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലാൻ, നിത്യമായിട്ട് ചൊല്ലാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളെ കടം ഹലാലായിട്ടുള്ള വഴിക്കൂടെ അള്ള നിങ്ങൾക്ക് വീട്ടാനുള്ള വഴി അള്ള കാണിച്ചു തരും ഇൻഷാ അല്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് പഠിപ്പിച്ച് ദുആ ആണിത്.
ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കടമില്ലാത്തവരാരുമില്ല, ഉണ്ടാവില്ല ഈ ഒരു അവസ്ഥ. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കൂടുതൽ പേർക്കും കടമാണ്. പണ്ടത്തെ ആൾക്കാർക്ക് ഒരു രൂപ പോലും കടമുണ്ടാവില്ല അല്ലേ. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാൻ കുറവാണെങ്കിലും ഇപ്പോഴത്തെയുള്ള ഒരു മോടി പിടിപ്പിക്കലും ആ ഒരു ആർഭാട ജീവിതമൊന്നും അന്നത്തെ പണ്ടത്തെ കാലത്തുള്ളവർക്ക് ഭക്ഷണങ്ങളൊക്കെ കുറവാണെങ്കിലും മനസ്സിന് നല്ല സമാധാനമുണ്ടാവും അവർക്ക്. ഇപ്പോൾ ഈ കടമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ജീവിതം അങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ മനസ്സിൽ എന്തൊക്കെയോ ബേജാറല്ലേ. ഓരോ ദിവസം നേരം വെളുത്ത് എണീക്കുന്ന സമയത്തും മനസ്സിന് ബേജാറും വെപ്രാളവുമാണ്. റബ്ബേ എൻ്റെ സ്ഥിതി എന്താണ് അല്ലേ. ഒരു സമാധാനമില്ലല്ലോ, സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും ഇപ്പോഴുള്ളവർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴുള്ള മുഴുവൻ പേർക്കും എന്ന് പറയാം, ഒരു 89% പേർക്കും മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ. ഭക്ഷണം കാര്യങ്ങളൊക്കെ ധാരാളം വേണ്ടത് കഴിക്കാനുണ്ടാവും, വേണ്ട പോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടാവും. വലിയ വീടുണ്ടാവും, കാറും എല്ലാം ഉണ്ടാവും, എല്ലാം നല്ല ഉയർന്ന നിലയിൽ തന്നെ ആയിരിക്കും. പക്ഷേ അതെല്ലാ കാര്യങ്ങളും, ആ കാറും വീടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഉണ്ടാക്കിയതാവും. പിന്നീട് അത് വീട്ടാൻ കയ്യിൽ പണമില്ലാതെയാവും. അങ്ങനെയാണ് മനസ്സിന് സമാധാനമില്ലാതാവുക. നമ്മളിപ്പോൾ ഓരോ കാര്യം കണക്ക് കൂട്ടിയായിട്ടും ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുക, ഓരോ മാസം കിട്ടുന്നത് ഇതേ രൂപത്തിലായിട്ട് അടക്കാലോ. അപ്പോൾ എന്തെങ്കിലും ഒരു വഴിക്കൂടെ അതങ്ങനെ നമുക്ക് അടക്കാൻ കഴിഞ്ഞില്ല, വിചാരിക്കുന്നത് പോലെ ബിസിനസ്സിൽ ലാഭമുണ്ടായില്ല, മുഴുവനായിട്ടും നഷ്ടമാണ് ഉണ്ടായത്. അങ്ങനെ ആ അടവ് മുഴുവനും അവിടെ തെറ്റിപ്പോയിട്ട് പലിശമേൽ പലിശയായി കുന്നുകൂടി 10 ലക്ഷം എടുത്തത് 20 ലക്ഷമായി. അവസാനം ആ ഉള്ള വീടും ആ വണ്ടിയും ആ സ്ഥലവും ഒക്കെ ജപ്തി ചെയ്ത് ബാങ്കുകാർ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. കടമുള്ളവർക്ക് കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള വഴി അള്ളാഹ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ്, അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ദിക്ർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഒരുപാട് പലിശക്കൊക്കെ പണം എടുത്ത് അങ്ങനെ കടക്കാരായി പേടിച്ച് സമാധാനമില്ലാത്ത ജീവിതം, അങ്ങനെ പോവും നമ്മുടെ ജീവിതം. നിവൃത്തികെട്ട് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നത് അല്ലേ, നിവൃത്തികോട് കൊണ്ടാണ് ബാങ്കിൽ നിന്നും നമ്മൾ ലോൺ എടുക്കാൻ പോകുന്നത്. നമ്മൾ ഓരോന്ന് ഞാൻ പറഞ്ഞ പോലെ കണക്ക് കൂട്ടി ഒക്കെ ആവും, പക്ഷേ അത് വിചാരിച്ച പോലെ മാസത്തിൽ അടക്കാൻ കഴിയാതെ പോവും ആർക്കും. അതുപോലെ തന്നെ നമുക്ക് പണം നമ്മുടെ കയ്യിൽ ഇല്ലാതെയായാൽ ആർക്കും നമ്മളെ വേണ്ടാതാവും അല്ലേ. വേണ്ടാതാവും, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ടാതാവും, ഭർത്താവിന് ഭാര്യയെ വേണ്ടാതാവും, അങ്ങനെ ആയിരിക്കും. പണമൊന്നും കയ്യിലില്ലെങ്കിൽ ആർക്കും വേണ്ടാതാവും. ഒരു വിലയും ആൾക്ക് ഒരു രൂപൻ്റെ വിലയും കൂടി അയാൾക്ക് ഉണ്ടാവില്ല. അത്രക്കും നിസ്സാരനായിരിക്കും അയാൾ, ഒരു വില ഉണ്ടാവില്ല. പണമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഭയങ്കര ബഹുമാനമായിരിക്കും, അവരെ ആയിരിക്കും മുന്നിലായിട്ട് ആദരിക്കുക. ഈ പണമില്ലാതെ ഫക്കീറന്മാർ വരുന്ന സമയത്ത് അവർക്ക് ഒരു വിലയുണ്ടാവില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം. ഏതായാലും ഇൻഷാ അള്ളാഹ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ദിക്ർ, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ തോന്നുന്നുണ്ടാവും, വളരെ ശരിയാണ് ഇത്ത പറഞ്ഞത്, അതേപോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് ഓരോരുത്തരും സ്വയം മനസ്സിൽ ഇപ്പം ഇങ്ങനെ ആലോചിക്കില്ലേ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നില്ലേ. അങ്ങനെ തന്നെയാണ്, വളരെ കറക്റ്റാണ്. ഇപ്പോൾ എൻ്റെ ജീവിതം അതേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലേ. അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും. ഏതായാലും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് ഞാനിതാ പറയുന്നുണ്ട്, അതുപോലെ ഇവിടെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരെണ്ണം, ഒന്നുകിൽ 1000 എണ്ണം ചൊല്ലാൻ കഴിയുമെങ്കിൽ 1000, അല്ലെങ്കിൽ കഴിയുന്നത്ര എണ്ണം, അല്ലെങ്കിൽ 100 തവണയോ ചൊല്ലിയാൽ മതി. നിങ്ങൾക്ക് 1 കോടിക്കണക്കിന് കടമുള്ള ഒരാളാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നത് എങ്കിൽ പണം നിങ്ങളുടെ കാൽ ചുവട്ടിൽ വരും. അള്ളാഹ് അതിനുള്ള വഴി നിങ്ങളെ മുന്നിൽ ഹലാലായിട്ടുള്ള വഴി അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ ഉറപ്പ് പറയാണ്, ഒരു സംശയവും വേണ്ട. ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളി. യാ ഫാരിജൽ ഹമ്മി വയാ കാഷിഫൽ ഹമ്മ്, യാ ഫാരിജൽ ഹമ്മി വയാ കാഷിഫൽ ഹമ്മ്,
യാ ഫാരിജൽ ഹമ്മി വയാ കാഷിഫൽ ഹമ്മ് എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദനകൾ തീർക്കുന്നവനെ എന്നാണ് ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം. യാ ഫാരിജൽ ഹമ്മി വയാ കാഷിഫൽ ഹമ്മ്, ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദനകൾ തീർക്കുന്നവനെ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാനെ നിങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു എണ്ണം നിങ്ങൾ നിയ്യത്താക്കി ഇന്ന് തന്നെ ചൊല്ലാൻ തുടങ്ങിക്കോളി. കഴിയുന്നത്ര എണ്ണം, അത്രക്കും മനസ്സിൽ പെടപെടപ്പോടെ, ബേജാറോടെ, ടെൻഷനോടെ ചൊല്ലിക്കോളി. എത്രക്കും കടം എനിക്കുണ്ട് അല്ലാഹ്, ഒരു വഴിയും എൻ്റെ മുന്നിലില്ല റഹ്മാനെ. വീട്ടിൽ തന്നെ ഭയങ്കര ടെൻഷനാണ്, പട്ടിണിയിലാണ്. എവിടെ നിന്നെടുത്ത് വീട്ടു ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ എവിടെ പോവും എന്നുള്ള ബേജാറിലാണ് റബ്ബേ. നീ വലിയവനാണല്ലോ റബ്ബേ. എൻ്റെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു താ റഹ്മാനെ. നീ കൈവിടല്ലേ അല്ലാ, എന്നെ നീ കൈ ഒഴിയല്ലേ അല്ലാ എന്ന മട്ടോടെ, എന്ന വേദനയോടെ യാ ഫാരിജൽ ഹമ്മി വയാ കാഷിഫൽ ഹമ്മ്, യാ ഫാരിജൽ ഹമ്മി വയാ കാഷിഫൽ ഹമ്മ്, യാ ഫാരിജൽ ഹമ്മി വയാ കാഷിഫൽ ഹമ്മ് എന്ന് വളരെ വേദനയോടുകൂടി ആ കടങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുക. ഇത് ചൊല്ലുന്ന സമയത്ത് ആ കടങ്ങളും എന്താണ് റബ്ബേ ഞാൻ ചെയ്യുക, എങ്ങനെയാണ് റബ്ബേ എനിക്ക് ആ കടം വീട്ടാൻ കഴിയുക എന്ന വേദനയോട് കൂടി എപ്പോഴും വാട്സപ്പിലൂടെയായിട്ട് എപ്പോഴും ഒരുപാട് പേർ പറയുന്ന കാര്യമാണ്, കടമാണ് ഇത്ത, ബാങ്കിൽ സ്വർണം പണയം വെച്ചതുണ്ട്, ഇന്ന് എടുത്തു കൊടുക്കാനുള്ളതുണ്ട്, അല്ലെങ്കിൽ നാളെ എടുത്തു തരുമെന്ന് പറഞ്ഞതുണ്ട്. അങ്ങനെ ഓരോ വിഷമവും പ്രയാസവും പറയുന്നവരാണ് കൂടുതൽ പേരും. 89% ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടം കൊണ്ട് പ്രയാസമുള്ളവരാണ് കൂടുതൽ പേരും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത്. കാരണം നിവൃത്തികേട് കൊണ്ടാണ് നമ്മൾ ബാങ്കുമായിട്ട് തൊടാൻ പോകുന്നത് അല്ലേ. ഇനി എന്താ ചെയ്യുക, ഒരാളോട് ഇരക്കുന്നതിനായിട്ട് നല്ലത് ബാങ്കിൽ ആധാരം വെച്ച് എടുക്കുന്നതായിരിക്കും. എന്നാൽ എനിക്ക് ഇത്ര മാസത്തിൽ ഇത്ര വരുമാനമുണ്ടല്ലോ, എനിക്ക് അങ്ങനെ അടച്ചു കൊടുക്കാലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടാണ് അത് എടുക്കാൻ പോകുന്നത്. പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു മാസം 2 മാസമൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ചുറ്റുപാട് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ മാസം അടക്കണ്ട, ഇതിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ചെയ്യേണ്ട കാര്യമാണല്ലോ, അല്ലെങ്കിൽ ഒരു കല്യാണം വരികയാണ്, അവർക്ക് ഇത്ര പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുക്കണ്ടേ, ഇപ്പോൾ ഇന്നടെ ബാങ്കിൽ അടച്ചില്ല, അടുത്ത മാസം അടക്കുക എന്നുള്ള കണക്ക് കൂട്ടലോട് കൂടി നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷേ അപ്പോഴേക്കും ആ ബാങ്കിൽ നിന്ന് എടുത്ത ആധാരം എടുത്ത് വെച്ച ആ കാശ് കുന്നുകൂടി ലക്ഷക്കണക്കിനായി കിട്ടും അല്ലേ. അതാണ് ഇപ്പോഴത്തെ ഓരോ മനുഷ്യന്മാർക്കുമുള്ള ടെൻഷന്. എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഈ പറഞ്ഞു തന്ന ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കോളി, മാസങ്ങളോളം ചൊല്ലിക്കോളി. ഇന്നിപ്പോൾ നിങ്ങൾ ചൊല്ലി നാളെ തന്നെ നിങ്ങളെ കടം വീടുമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലപ്പം അങ്ങനെ അള്ളാഹ്ക്ക് കഴിവുണ്ടാവും അല്ലേ. അള്ളാഹ്ക്ക് ചിലപ്പം അങ്ങനെ കഴിഞ്ഞെന്ന് വരും, അതും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ദിക്ർ മുറുകെ നിങ്ങൾ പിടിക്കണം, മുറുകെ പിടിക്കുക. മാസങ്ങളോളം വർഷങ്ങളോളം ആത്മാർത്ഥമായിട്ട് ഇതിനെ ചൊല്ലുക. എനിക്ക് ഉറപ്പുണ്ട് ഇതിന് അള്ളാഹ് എനിക്ക് ഫലം കാണിച്ചു തരും. എൻ്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് 1000 കോടിക്കണക്കിനുള്ള കടം അള്ളാഹ് വീട്ടിത്തരും. ഈ ഒരു ദിക്ർ ഞാൻ മുറുകെ പിടിക്കും, എല്ലാ ദിവസവും ഈ ദിക്ർ ഞാൻ ചൊല്ലും എന്ന മനസ്സോട് കൂടിയിട്ട്. അതോടൊപ്പം തന്നെ ഒരു വക്ത് ഫർള് നമസ്കാരം കള ആക്കാതെ നിസ്കരിക്കുക, സ്വലാത്ത് മുറുകെ പിടിക്കുക, ദിക്റുകൾ ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ദിക്ർ ചെല്ലുക, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക. എന്തെങ്കിലും ചെയ്യുന്ന തെറ്റ് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ബോധം വരും, ഞാൻ ഈ ചെയ്തത് തെറ്റല്ലേ, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അപ്പം അതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുക. ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞാൽ പിന്നെ അതിൽ വീണ്ടും വീണ്ടും അത് ചെയ്യാതിരിക്കുക, അതിലേക്ക് വീണ്ടും വീണ്ടും പോവാതിരിക്കുക. അതുപോലെ ചീത്ത കൂട്ടുകെട്ട്, ചീത്ത പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിന്നും അതിൽ നിന്നും വലിഞ്ഞിറങ്ങി പോരാൻ നോക്കുക. അല്ലാതെ അവർ ചെയ്യുന്നത് തെറ്റാണ്, അതിന് നിന്ന് കൊടുക്കാനേ പാടില്ല. അല്ലെങ്കിൽ പറയാൻ കഴിയണം അത് തെറ്റാണ് കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. നമ്മൾ കണ്ട കാര്യം നമ്മൾ അത് പറയണം, അല്ലാതെ ഉള്ളിൽ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. ഒരാളിപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് സപ്പോർട്ട് ചെയ്യല്ലല്ലോ നമ്മൾ വേണ്ടത്, അവർക്ക് പറഞ്ഞു കൊടുക്കണം നീ ആ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ, അങ്ങനെ ഒരിക്കലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല, അള്ളാഹ്ക്ക് നിന്നോട് ദേഷ്യമായിരിക്കും, അങ്ങനെ ചെയ്യാൻ നീ പാടില്ല, അത് നീ ചെയ്തത് തെറ്റാണ് എന്ന്. അത് അവരോട് ചൂണ്ടിക്കാണിച്ച് തന്നെ പറയണം, തെറ്റിനെ തെറ്റുകൊണ്ട് തന്നെ കാണണം.
അല്ലാതെ തെറ്റ് ചെയ്യുന്നവർക്ക് അതിൽ കൂട്ടുനിന്ന് നമുക്കങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കൂടി നിൽക്കല്ല വേണ്ടത്. അതും തെറ്റാണ്. അതുപോലെ തന്നെ ഒരാളെക്കുറിച്ച് ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ഈബത്തോ നസീബത്തോ പറയുന്നത് കേട്ടാൽ അതിൽ നിന്നും പിന്മാറി നിൽക്കുക. കഴിയുന്നതും 2-3-4 ആൾ കൂടിയാൽ തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഞാനടക്കം സ്ത്രീകൾ 2-3 ആൾക്കാർ കൂടിയാൽ തന്നെ ഒരാളെ മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുന്ന സ്വഭാവമാണ്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തതാണ്. അവരെങ്ങനെയോ ആയിക്കോട്ടെ, നമ്മുടെ ചിലവിലല്ലല്ലോ അവർ കഴിയുന്നത്. അവരെങ്ങനെ ആയിക്കോട്ടെ, ചിലപ്പം അള്ളാഹ് അവരെ ഇഷ്ടപ്പെട്ട ആളായിരിക്കും. അവരെന്ത് ചെയ്യുന്നതായാലും ഒരു നന്മ അവരുടെ അടുത്ത് അള്ളാഹ് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളെ അള്ളാഹ് കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളായിരിക്കും കുടുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നോക്കുക. അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. നമ്മുടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടം വീട്ടാനുള്ള വഴി അള്ളാഹുവിലേക്ക് ദുആ ചെയ്തും ദിക്ർ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി എന്താണെന്ന് അത് നോക്കുക. ഇൻഷാ അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. തെറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള മനസ്സ് നമുക്കൊക്കെ അള്ളാഹ് നൽകട്ടെ. ചീത്ത കൂട്ടുകെട്ടിലേക്കൊന്നും നമ്മളെ മക്കളെ അള്ളാഹു അതിലേക്ക് വലിച്ചേക്കാതെ നല്ല നേർമാർഗത്തിലൂടെ നടക്കുന്ന മക്കളാക്കി തരട്ടെ. അപ്പോൾ ഇൻഷാ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം, ഈ ഒരു ദിക്ർ അങ്ങോട്ട് എഴുതി എടുത്ത് വെച്ചോളി, സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചോളിട്ടോ. നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണമായിട്ട് ഇന്ന് മുതലേ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിക്കോളി. സുബഹിൻ്റെ ശേഷവും ഇനി മഗ്‌രിബിൻ്റെ ശേഷവും അങ്ങനെയൊക്കെ ചൊല്ലാം. നിങ്ങൾക്ക് കഴിയുന്ന അത്ര എണ്ണം എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു സമയത്തൊക്കെ ആയിട്ട് ചൊല്ലിക്കോളി. ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.